ഇസ്രായേലിൽ ഭൂഗർഭ കേന്ദ്രം തകർത്ത ഇറാന്റെ കനത്ത പ്രത്യാക്രമണം അത്യാധുനിക മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നേരത്തുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. MC നാസർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. നാസർ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള തിരിച്ചടിയായിരുന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് കണ്ടത്. ഇന്ന് നേരിട്ട് അത് ഇസ്രായേലിലേക്ക് പോകുന്നു. ഖാംനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആക്രമണം ശക്തമാക്കുകയാണ്. അത്യാധുനിക ശേഷിയുള്ള മിസൈൽ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണമാണോ നടക്കുന്നത്? എന്താണ് സാഹചര്യം? തീർച്ചയായിട്ടും ഖാംനിയുടെ വധത്തിനുള്ളൊരു പ്രതികാരം എന്ന നിലയ്ക്കാണ് ഏറ്റവും നവീനമായിട്ടുള്ള ഒരു മിസൈൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് തന്നെ പതിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. 26 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ മാർഗമാണ് ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നത്. വെസ്റ്റ് ജെറൂസലമിൽ നിന്ന് 38 കിലോമീറ്റർ അകലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 3 കെട്ടിടങ്ങൾ പ്രദേശത്ത് തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ പുതുതായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഹൈപ്പർസോണിക് ഫതഹ് 2 എന്ന മിസൈലാണ് ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും കബളിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്താൻ ഇതിന് സാധിക്കുന്നു. വലിയ തോതിലുള്ള പ്രഹരശേഷി നൽകാനും ഈ മിസൈലുകൾക്ക് സാധിക്കുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രാറ്റജി മാറ്റാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മുമ്പൊക്കെയുള്ളതും കൃത്യമായി തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ പ്രതിരോധത്തെ മറികടന്ന് പോയാലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ രൂപപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഈ ഹൈപ്പർസോണിക് ഫതഹ് 2 എന്ന പുതിയ മിസൈൽ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നത് അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിരോധ സംവിധാനങ്ങളെ വളരെ വിദഗ്ധമായിട്ട് കബളിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലെത്താനും അതിന് സാധിക്കുന്നു എന്നതാണ് ഒരു പക്ഷേ ഇസ്രായേലിനെ ഇനി കൂടുതൽ കരുതലോടുകൂടി നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുകയാണ്. അത്തരം മിസൈലുകൾ ഇനിയും ഇസ്രായേലിന് നേർക്ക് തൊടുത്ത് വിടാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചതെന്ന് ഇറാൻ നേതൃത്വവും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആ പ്രദേശത്തൊന്നാകെ ഇപ്പോൾ പോലീസും സുരക്ഷാ വിഭാഗവും വലയം ചെയ്തിരിക്കുകയാണ്. എല്ലാവരെയും ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിലരെ കുറിച്ച് അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും മരണസംഖ്യ 9 ആയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം ഇപ്പോൾ 26 ആണ് അധികൃതർ പറയുന്നത്. അതിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നാസർ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇറാൻ ഒരു പ്രത്യാക്രമണം നടത്തുമ്പോൾ, ആക്രമണം ശക്തമാക്കുമ്പോൾ അത് ഈ പറഞ്ഞ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് നമ്മൾ അതിനെ കണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഖാംനി കൊല്ലപ്പെട്ടതിന് ശേഷമാണോ അത്തരത്തിലുള്ള കടുത്ത ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ പോകുന്നത് എന്ന് വേണോ മനസ്സിലാക്കാൻ? അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കാൻ ഒരു സാധ്യത അത് എത്രത്തോളമാണ്? ഒരു വശത്ത് ഇതെങ്ങനെയും തീർക്കാനുള്ള ഒരു ചർച്ചകളടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ ആക്രമണം കടുപ്പിക്കാനും മുന്നോട്ട് പോകാനും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ, അതോടൊപ്പം തന്നെ ആ രാജ്യത്തിന്റെ ഭാവി, ആഭ്യന്തരമായിട്ടുള്ള ഭദ്രത, പരമാധികാരം ഇത് നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് അല്പം മുമ്പ് അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വളരെ അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അൽ ജസീറയോട് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ഈ ഗൾഫ് രാജ്യങ്ങൾ നിങ്ങളുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ്, എന്നിട്ടും എന്തുകൊണ്ട് ഈ അർത്ഥത്തിലുള്ള ഒരു പരമാധികാരത്തിന് നേരെ നിങ്ങൾ നിരന്തരമായിട്ടുള്ള മിസൈലുകളും റോക്കറ്റുകളും അയച്ചുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒരു പ്രതികാരത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് അബ്ബാസ് അറാഗ്ചി നൽകിയിരിക്കുന്ന പ്രതികരണം എന്നത്, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ രാജ്യങ്ങളെ കടന്നാക്രമിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിരന്തരം ഈ ഗൾഫ് രാജ്യങ്ങളുമായി ഞാൻ ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ പല ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളും അസ്വസ്ഥരാണ്. കാരണം അവർക്കെതിരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ആക്രമണങ്ങളിൽ അവർ അസ്വസ്ഥരാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അമേരിക്ക ഈ കേന്ദ്രങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ഈ സൈനിക കേന്ദ്രങ്ങളെ, ഗൾഫ് മേഖലയിലുള്ള സൈനിക കേന്ദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അബ്ബാസ് അറാഗ്ചി കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം തങ്ങളുടെ മണ്ണിലുള്ള വ്യോമകേന്ദ്രങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളോ പ്രയോജനപ്പെടുത്തി ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകരുതെന്നാണ്. ആ നിലപാടിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒമാനും ഖത്തറും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും ഒരു
പരിഹാരത്തിന് വേണ്ടി ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വന്ന ഒരു മധ്യസ്ഥ രാജ്യം കൂടിയാണ് ഒമാനും ഖത്തറും. ആ രാജ്യങ്ങൾക്ക് നേരെ പോലും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള രോഷത്തിനിടയാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാത്രി വൈകിട്ട് ഇറാൻ ഗൾഫിന്റെ വിദേശകാര്യമന്ത്രിമാർ ഓൺലൈനിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗാനന്തരം ചില തീരുമാനങ്ങൾ അവർ പ്രഖ്യാപിക്കും. അത് കുറെ കൂടി കടുത്ത നിലപാടുകൾ ഇറാനെതിരെ സ്വീകരിക്കാനുള്ള ഒരു നീക്കവും ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുണ്ട്. കാരണം നിരന്തരമായിട്ടുള്ള ആക്രമണം വരുന്നു. ഇപ്പൊ UAE മാത്രം 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, മറ്റിടങ്ങളിൽ രണ്ട് മരണം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥ ഇനിയും തുടരാൻ അനുവദിക്കുകയില്ല എന്ന ഒരു മുന്നറിയിപ്പായിരിക്കും ഇന്ന് ചേരുന്ന ഓൺലൈൻ യോഗത്തിലൂടെ ഗൾഫിലെ വിദേശകാര്യ മന്ത്രിമാർ ഇറാന് നൽകുന്ന സൂചന. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ നാവിക കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് സമുദ്രാതിർത്തികളിൽ ഒമാൻ സമുദ്രത്തിലും അറേബ്യൻ സമുദ്രത്തിലും പ്രധാനപ്പെട്ട കപ്പൽ പാതകളുടെ കേന്ദ്രങ്ങളിലുമൊക്കെ സംഘർഷപൂർണമായിട്ടുള്ള ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വ്യാപാര സാമ്പത്തിക താല്പര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് കുറെ കൂടി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് വരണമെന്ന് പല രാജ്യങ്ങളും ഇറാനോട് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾക്ക് നേരെ നിരന്തരമായിട്ടുള്ള ഒരു ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമവായത്തിനും തങ്ങളില്ല എന്ന ഒരു നിലപാട് കൂടിയാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ആക്രമണം നിർത്തുകയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പാകെ ഇറാൻ ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി എപ്പോൾ തീരും, എത്ര നീണ്ടു നിൽക്കും, അതിന്റെ വ്യാപ്തി എന്തായിരിക്കും, അതിന്റെ പരിണതി എങ്ങോട്ടായിരിക്കും, അതിന്റെ ദിശ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ